അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ റോസ്ലി സഹോദരി പല പ്രാവശ്യം ഈ സഭയിൽ പാടിയിട്ടുള്ളതായ ഒരു പാട്ടുണ്ട്. നമ്മുടെ പാട്ട് പുസ്തകത്തിൽ ഇല്ലാത്തതാണ്. ഏതാണ് ആ പാട്ട് സിസ്റ്ററെ? അന്യോന്യം സ്നേഹിക്കുവിൻ. നമുക്ക് ആ പാട്ടിൻ്റെ ഒരു 4 അടി ആ സ്നേഹിക്കുവിൻ എന്നുള്ള വാക്ക് മാറ്റി സേവിക്കുവിൻ എന്നാക്കി പാടാം. അന്യോന്യം സ്നേഹിക്കുവിൻ എന്നുള്ളിടത്ത് അന്യോന്യം സേവിക്കുവിൻ. ശരി സഹോദരി, ആ പാട്ട് ഒന്ന് പാടണം. അന്യോന്യം സേവിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. അന്യോന്യം സേവിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സേവിക്കുവിൻ. സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, സ്നേഹമായോതും നിതാ. സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, സ്നേഹമായോതും നിതാ. അന്യോന്യം സേവിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സേവിക്കുവിൻ. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിന് ആധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദവാക്യം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ഞാൻ സഭായോഗത്തിൽ നൽകിയിരിക്കുന്നതായ സന്ദേശങ്ങളൊക്കെയും ഈ 12-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് നമ്മോട് വായിക്കുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. നമ്മൾ പാടിയത് എങ്ങനെയാണ്? അന്യോന്യം സേവിക്കുവിൻ. ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിനെ സേവിപ്പിൻ. എങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നത്? ഈ ലോകത്തിൽ അനേക മതങ്ങളുണ്ട്, മതവിശ്വാസങ്ങളുണ്ട്. അങ്ങനെ അവരൊക്കെ അവരുടെ ദൈവങ്ങളെ സേവിക്കുന്നത് എങ്ങനെയാണ് സേവിക്കുന്നത്? അവരുടെ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി അവർ സേവിക്കുന്നത് എങ്ങനെയാണ്? കാഴ്ച വസ്തുക്കൾ കൊണ്ട് കൊടുക്കും, പാദം തൊട്ട് വണങ്ങും, അല്ലേ? അവരുടെ പണവും മറ്റ് സ്വർണവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. അതൊക്കെ പിന്നെ ആരെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ തിരികത്തിക്കും, വണങ്ങും. ഇതൊക്കെയാണ് അവരുടെ ദൈവങ്ങളെ സേവിക്കുവാനായിട്ട് എടുക്കുന്നതായ രീതികളെന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് കർത്താവിനെ സേവിക്കണേ? അവർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പുണ്യസ്ഥലമുണ്ട്, അവരങ്ങോട്ട് തീർത്ഥയാത്ര നടത്തുന്നു. അല്ലെങ്കിൽ അവർക്ക് വീടിനടുത്ത് ക്ഷേത്രങ്ങളുണ്ട്, വീടിനുള്ളിൽ തന്നെ ക്ഷേത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവിടെയൊക്കെ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെ ഈ പറഞ്ഞ എല്ലാ ക്രിയകളും ചെയ്യാനായിട്ട് സാധിക്കും. അവർ സേവിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഈ വിധ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? പുണ്യസ്ഥലങ്ങൾ എവിടെയെങ്കിലും, പുണ്യസ്ഥലങ്ങൾ എന്ന് പറഞ്ഞൊരു സ്ഥലങ്ങളെക്കുറിച്ച് വചനത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലം പുണ്യമാണ് എന്ന് പറയുന്നുണ്ടോ? ഇന്ന് പല ക്രിസ്തീയ സഭകളെന്ന് അവകാശപ്പെടുന്ന കൂട്ടങ്ങളും അവർക്ക് പുണ്യസ്ഥലങ്ങളായിട്ട് പല സ്ഥലങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്, പല കെട്ടിടങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വഴക്കും, അല്ലേ, വഴക്ക്, യുദ്ധങ്ങൾ വരെ അതിനു വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്, കലാപങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ പുണ്യസ്ഥലങ്ങൾ എന്ന് പറയുന്നതായ സ്ഥലമൊന്നും ഇന്നങ്ങനെ ഭൂമിയിലില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ കാര്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ്റെയോ പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ അങ്ങനെ യാതൊരു സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സകല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള യാതൊന്നിൻ്റെയും സൃഷ്ടിയെ ഉണ്ടാക്കുകയോ അതിനെ സേവിക്കുകയോ ചെയ്യരുത്, നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് വചനത്തിൻ്റെ പ്രമാണം. അപ്പോൾ ആ പ്രമാണം അനുസരിച്ച് ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിനോ ഏതെങ്കിലും ഒരു പ്രതിമയ്ക്കോ ഏതെങ്കിലും ഒരു കെട്ടിടത്തിനോ യാതൊരു പ്രസക്തിയും ദൈവവചന പ്രകാരം, ബൈബിൾ പ്രകാരം ഇല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പാദത്തെ പോയി തൊടാൻ, ഒരു പാദം ഒരിടത്തും ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഉണ്ടാക്കാൻ അനുവദനീയമല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്നുള്ളത് നമുക്ക് വചനപ്രകാരം യാതൊരു വക സാധ്യതയുമില്ല. എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും, നാം ഉണർന്നിരിക്കുന്ന സുബോധമായിരിക്കുന്ന എല്ലാ സമയത്തും ചെയ്യുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ന് ലോകത്ത് മതങ്ങൾ അവരുടെ ദൈവസങ്കല്പങ്ങളെ സേവിക്കുന്നത് പോലെയുള്ള ഒരു സേവയ്ക്ക് ദൈവവചനത്തിൽ യാതൊരു വക സാധ്യതയുമില്ല. പക്ഷേ ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിക്കണം എന്ന് പറയുന്നതായ വാക്യവും നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പം എങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നത്? ഉത്സാഹത്തിൽ മടുപ്പ് വരാൻ പാടില്ല. അതായത് മടുപ്പില്ലാത്ത ഉത്സാഹത്തോടു കൂടി, നിൽക്കാത്ത ഉത്സാഹത്തോടു കൂടി വേണം കർത്താവിനെ സേവിക്കുവാൻ. അത് നിസ്സംഗതയോടുകൂടിയല്ല, മടിയോടുകൂടിയല്ല, മടുപ്പോടുകൂടിയല്ല, ആത്മാവിൽ എരിവുള്ളവരായി. ഒരു തിരി കത്തിച്ച്, ഒരു പന്തം കത്തിച്ച് വിട്ടാൽ അതെങ്ങനെ കത്തി എരിയുന്നു, എത്ര ആളി കത്തുന്നു, അതുപോലെ ആത്മാവിൽ ആ ഒരു തീ പിടിച്ചവരായി, ഉത്സാഹം പ്രാപിച്ചവരായി, ഉത്സാഹത്തിന് ഒരു കുറവും വരാതെ കർത്താവിനെ സേവിക്കണം. അത് നിർത്താൻ എന്തെങ്കിലും ഒരു സമയമുണ്ടോ? എന്തെങ്കിലും ഈ സേവിക്കുന്നത് നിർത്താം എന്ന് വിചാരിക്കാനൊരു സമയമുണ്ടോ വെച്ചു? ഇല്ല. അതങ്ങനെ തുടർമാനമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ മരണം വരെയും, അല്ലെങ്കിൽ നമുക്ക് സുബോധത്തോടെ ജീവിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമുക്കാവുന്നതായിട്ടുള്ള എല്ലാ മേഖലകളിലും, എല്ലാ രീതിയിലും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവഹിതമാണ് ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിപ്പിന്. അപ്പം നമുക്കിപ്പം വന്നു പെട്ടിരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ എന്ന് പറയുന്നത്, ഇന്ന് മറ്റ് മതങ്ങളൊന്നും, ലോകത്തിലുള്ള ഒരു മതങ്ങളും ക്രിസ്തീയ മതം, ഞാൻ സഭയെയും ക്രിസ്തീയ സഭയെയും അല്ലെങ്കിൽ സഭകളെയും ക്രിസ്തു മതത്തെയും ഞാൻ രണ്ടായിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്തു മതത്തെ ഇന്ന് മറ്റ് മതങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ലോകത്തിലുള്ള ക്രിസ്തുമതം ഉൾപ്പെടെയുള്ളതായിട്ടുള്ള ഒരു മതങ്ങളിലും അവരവരുടെ ദൈവത്തെയോ ദൈവസങ്കല്പങ്ങളെയോ സേവിക്കുന്നത് പോലെ സേവിക്കുന്ന ഒരു പരിപാടി വചനത്തിൽ ഒരിടത്തും യാതൊരു സൂചന പോലും ഇല്ല. അപ്പോൾ കർത്താവിനെ സേവിക്കണം. എങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നത്? നമ്മൾ പാട്ടുപാടിയത് എന്താണ്? അന്യോന്യം സേവിക്കുവിൻ. അപ്പോൾ അന്യോന്യം സേവിക്കുവിനെന്നും അത് പാട്ടാണ്. അത് പാട്ട് മാത്രമല്ല, വചനത്തിൽ ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അങ്ങനെയുള്ള വാക്യങ്ങളിലേക്ക് പിന്നീട് വരാം. അപ്പോൾ അന്യോന്യം സേവിക്കുമ്പോൾ കർത്താവിനെ സേവിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? കർത്താവിനെ സേവിക്കണമെന്ന് പറയുന്നു, അന്യോന്യം സേവിക്കണം എന്ന് നാം വായിക്കുന്നു. അപ്പോൾ അന്യോന്യം നാം, അതായത് നാം മറ്റുള്ളവരിൽ ആരെ കാണണം? ആരെ കാണണം? കർത്താവിനെ കാണണം. തമ്പി സഹോദരൻ പറഞ്ഞാണ് അതിൻ്റെ കറക്റ്റ്. മറ്റുള്ളവരിൽ നാം കർത്താവിനെ കാണുമ്പോഴാണ് അവരിലൂടെ, അവരെ സേവിക്കുന്നതിലൂടെ കർത്താവിനെ സേവിക്കുന്നു എന്നതായ ഒരു ആത്മീക കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. മറ്റുള്ളവരിൽ കർത്താവിനെ കാണണം. അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണോ? അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണോ? മറ്റുള്ളവരിൽ എങ്ങനെയാണ് നമുക്ക് കർത്താവിനെ കാണാനായിട്ട് കഴിയുക? കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട്, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട്, കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവാത്മാവ് വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളായി ദൈവം ഓരോ മനുഷ്യരെയും തന്നിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു വസിക്കുന്ന, ക്രിസ്തുവിനെ കർത്താവായി
വിശുദ്ധീകരിച്ചുകൊണ്ട്, ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ, എല്ലാവരിലെയും കാര്യത്തിൽ നമുക്ക് കർത്താവിനെ നമ്മുടെ സഹോദരീ സഹോദരന്മാരിൽ കാണാൻ, ദർശിക്കുവാൻ കഴിയണം. നമ്മളങ്ങനെ ദർശിക്കുന്നുണ്ടോ? നമ്മുടെ സഹോദരീ സഹോദരന്മാരിൽ കർത്താവിനെ നാം കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ നാം പഠിക്കുന്നതായിട്ടുള്ള വചനം നമുക്കൊരു നിലയിലും ഗുണം ചെയ്യുവാനായിട്ട് പോകുന്നില്ല. കാരണം കർത്താവിനെ കണ്ടാൽ മാത്രമേ നമുക്ക് കർത്താവിനെ ആ ഒരു നിലയിൽ സേവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് സുവിശേഷ വിഹിത സഭകളിൽ അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദൈവവചനം വായിക്കുക, സഭായോഗങ്ങളിൽ പങ്കെടുക്കുക, പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുക, കൺവെൻഷനുകളിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് കർത്താവിനെ സേവിക്കുന്നതെന്നാണ്. കർത്താവിനെ സേവിക്കേണ്ടത് അങ്ങനെയാണ് എന്നുള്ളതിന് ഏതെങ്കിലും വേദവാക്യങ്ങൾ ആർക്കെങ്കിലും കാണിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെ ഉണ്ടോ? സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നത് വഴി, ആരാധനാ യോഗങ്ങളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് വഴി, ബൈബിൾ വായിക്കുന്നത് വഴി, ബൈബിൾ പഠിപ്പിക്കുന്നത് വഴി കർത്താവിനെ സേവിക്കുക. ബൈബിൾ പഠിപ്പിക്കുന്നത് കർത്താവിനെ സേവിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. കർത്താവിനെ നമുക്ക് നമ്മുടെ സഹവിശ്വാസികളിൽ കാണുവാനായിട്ട് സാധിക്കണം. പക്ഷേ സഹവിശ്വാസികളിൽ അങ്ങനെ കർത്താവിനെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ സഹവിശ്വാസികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താ പെട്ടെന്ന് വരുന്നേ? സാധാരണഗതിയിൽ നമ്മൾ വളരെ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സഹോദരനെയോ സഹോദരിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവരുടെ നന്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇനി എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? അവരെക്കുറിച്ചുള്ളതായ മോശമായ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബലഹീനമായ വശങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ രണ്ട് നിലയിൽ, അവരുടെ നന്മ കണ്ടാലും അവരുടെ മോശം കണ്ടാലും, ഇത് രണ്ടും കർത്താവിനെ കാണുന്നതല്ല. നന്മ കാണുന്നത് നല്ലതാണ്, മോശം കാണുന്നതിനേക്കാൾ നല്ലതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് രണ്ടും കർത്താവിനെ കാണുന്നതല്ല. അത് നമുക്ക് പുറത്തുള്ള മനുഷ്യരെ കാണുമ്പോഴും നമ്മുടെ അയൽവാസികളെ കാണുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളെ അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അവരിൽ നല്ല കാര്യങ്ങൾ കാണുന്നവരായിട്ട് നമ്മൾ കണ്ടാൽ അത് കർത്താവിനെ കാണുന്നത് പോലെ അല്ലല്ലോ. അപ്പോൾ കർത്താവിനെ സഹവിശ്വാസികളിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു സഭയുടെ പ്രത്യേകതയാണ്. ഒരു സഭയിലെ അംഗങ്ങൾ അവർ ക്രിസ്തുവിനാൽ യോജിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏകാത്മാവിനാൽ, ഏകവിശ്വാസത്താൽ, ഏകസ്നാനത്താൽ, ഏക കർത്താവിനാൽ യോജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സഹവിശ്വാസികളിൽ കർത്താവിനെ കാണുവാൻ കഴിയുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ കർത്താവിനെ സേവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, സുവിശേഷ വിഹിത സഭകളുടെ ഇടയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ ആരാധന എന്ന് പറയുന്നതായ ഒരു വാക്കിനാണ്. എല്ലാം ആരാധനയെ ചുറ്റിപ്പറ്റിയുള്ളതായ ഒരു ജീവിതമാണ് അവർക്കുള്ളത്. എന്നാൽ ദൈവവചനപ്രകാരമുള്ള ആരാധന അല്ല അതൊന്നും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആരാധന എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ച് കൂടി നല്ല മ്യൂസിക്കിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി അല്ലേ, സഭയിൽ ഈ അവർ പറയുന്നതായിട്ടുള്ള ഈ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ മുൻകൂട്ടി ഒരു പാട്ടിൻ്റെ ഒരു ടീമൊക്കെ കാണും. അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇരുന്ന് പാട്ടൊക്കെ തിരഞ്ഞെടുത്ത് അത് പല പ്രാവശ്യം പാടി അതിൻ്റെ ട്യൂണും എല്ലാം ഒപ്പിച്ച് നല്ല ഒരു പെർഫോമൻസ് അല്ലേ. ഗാനമേളയൊക്കെ നമുക്ക് അറിയാം അല്ലേ, പഴയകാലം. ഇപ്പം അങ്ങനെ ഗാനമേളയൊന്നും പൊതുവേ ഇല്ല. ഗാനമേളയ്ക്ക് ആളുകൾ വന്ന് അങ്ങനെ ഒരു പെർഫോമൻസൊക്കെ നടത്തുന്നു. അതൊക്കെ നമ്മൾ കേട്ട് വളരെ ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗാനമേള നടത്തുക എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്ന പാട്ടുകൾ
ഇപ്പോൾ ഉപയോഗിക്കുന്ന പാട്ടുകൾ ദൈവവചന പ്രകാരമുള്ളതല്ല, സത്യ ഉപദേശത്തിൽ പെട്ടതുമല്ല. അതൊക്കെ കേവലം ജഡികവും പൈശാചികവുമായിട്ടുള്ള പല പാട്ടുകളുമാണ് ഇന്ന് പാടുന്നത് എന്നുള്ളത് അതിൻ്റെ മറുവശം. എന്നാൽ ആത്മീയ ഗീതങ്ങൾ എന്ന് പേരിലുള്ളതായ പാട്ടുകൾ അങ്ങനെ വളരെ ഈണത്തോടെ ഒക്കെ പാടി അവതരിപ്പിച്ച് ആളുകൾക്കൊക്കെ നല്ല ആളുകളെ ഒരു നിർവൃതിയിലേക്ക് വിടുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ആരാധന. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ പാട്ടുകൾ തെറ്റിയാൽ, അതല്ലെങ്കിൽ ആ പാട്ടുകൾ സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ, അതല്ലെങ്കിൽ പാടിയ ആളുകൾക്ക് അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാലൊക്കെ എന്ത് പറയും? ഇന്നത്തെ ആരാധന ശരിയായില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ ശബ്ദം കുറഞ്ഞു പോയാൽ, അങ്ങനെയൊക്കെയാണ് ഇന്ന് ലോകത്തിൽ ക്രിസ്തീയ ജീവിതത്തെ അല്ലെങ്കിൽ സഭാജീവിതത്തെ ആളുകൾ കാണുന്നത്. പക്ഷേ ഇത് ദൈവവചന പ്രകാരമുള്ള സഭാജീവിതവുമായിട്ട് യാതൊരു വക ബന്ധവും ഇല്ല. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഞായറാഴ്ച മാത്രമല്ലല്ലോ, ഇടപെടാതെ ദൈവത്തിന് നമ്മുടെ അധരങ്ങളിൽ നിന്ന് സ്തോത്രയാഗം അർപ്പിക്കണം. അങ്ങനെ അർപ്പിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മളുടെ അധരത്തിലൂടെ ദൈവത്തോട് എപ്പോഴും നന്ദി പറയണമെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ നന്ദിയില്ലാതെ, സ്തോത്രമില്ലാതെ നമുക്ക് എപ്പോഴും ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയുമോ? നമുക്ക് അങ്ങനെ നന്ദി പറയുവാനായിട്ട് കഴിയില്ല. അങ്ങനെ നമ്മൾ ഹൃദയം നിറഞ്ഞ് ദൈവത്തോടുള്ള നന്ദി ഇല്ലെങ്കിൽ പിന്നെ ആ ഹൃദയത്തിൽ എന്താണുള്ളത്? പരാതികളും പിറുവിറുപ്പുകളും. പിറുവിറുപ്പിനെക്കുറിച്ച്, ദൈവത്തോടുള്ള പിറുവിറുപ്പിനെക്കുറിച്ച് നമ്മളാരും അത്ര വലിയ ഗൗരവമായി ചിന്തിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടാറുണ്ട്. പ്രിയമുള്ളവരെ, ന്യായമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങളാണെങ്കിൽ പോലും ദൈവസന്നിധിയിൽ പിറുപിറുക്കുവാൻ നമുക്ക് യാതൊരു വക സ്വാതന്ത്ര്യവും അവകാശവുമില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തേക്കുള്ള യാത്ര ചെയ്തു. അവർ പിറുപിറുത്ത വിഷയങ്ങൾ ഏതെങ്കിലും അവർക്ക് അന്യായമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെള്ളമില്ലാതെ ഇത്രയും അധികം മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ജീവിക്കാനായിട്ട് കഴിയുമോ? വെള്ളം കൊടുക്കേണ്ടത് അവിടുന്ന് പുറപ്പെടുവിച്ചവനായിട്ടുള്ള ദൈവം വെള്ളം കൊടുക്കുവാൻ ബാധ്യസ്ഥനല്ലേ? അല്ലേ? ശരിയല്ലേ? അവർ പിറുപിറുത്തെങ്കിൽ വെള്ളത്തിന് ദാഹിച്ചപ്പോൾ അവരും അവരുടെ കുഞ്ഞുകുട്ടികളും ഒക്കെ കൂടെ ദാഹിച്ചു. അതല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ പതുക്കെ കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ അവർ പെട്ടെന്ന് എന്തിയേ വെള്ളം എന്ന് ചോദിച്ചത് വലിയൊരു വിഷയമാണോ നമ്മളുടെ ദൃഷ്ടിയിൽ? അങ്ങനെ വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുടിക്കാൻ കൊള്ളുകയല്ല, കയ്പാണെന്ന് പറഞ്ഞ് വലിയ തെറ്റാ? ആണോ? അവർ പലവിധ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ജീവിച്ച ആളുകളാണ്. ഇപ്പം ഈ മന്ന മാത്രമേ ഉള്ളൂ, ഇച്ചിരി ഇറച്ചിയോ ഇച്ചിരി മീനോ ഒക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതായിട്ടൊരു ആഗ്രഹം വലിയ തെറ്റാ? തെറ്റാണോ? നമ്മളുടെ ദൃഷ്ടിയിൽ തെറ്റാണോ? അല്ല. അവർ സാമാന്യം ഭേദപ്പെട്ട മാനുഷികമായ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പിറുപിറുത്തത്. പക്ഷെ അവിടെ പിറുപിറുപ്പായിരുന്നില്ല. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയോ ദൈവസന്നിധിയിൽ ഈ വിഷയം സന്തോഷത്തോടെ സമർപ്പിക്കുകയോ നമ്മളെ സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് പിറുപിറുപ്പാകുമായിരുന്നില്ല, അത് ദൈവസന്നിധിയിൽ ഒരു യാഗമായ പ്രാർത്ഥനയാകുമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും നിറഞ്ഞു കവിയുമ്പോഴാണ് നമ്മളുടെ അധരങ്ങളിൽ നിന്നും ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ അത് ശരി, അതവിടെ നിൽക്കട്ടെ. അപ്പം തൊട്ടടുത്ത് ലേഖനകാരൻ പറയുന്നത് എന്താണ്? നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഭാഗം കൊണ്ടങ്ങ് നിർത്തിയായിരുന്നുവെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അല്ലേ? നമുക്ക് ചിലവില്ലാത്ത ഒരു കാര്യമാണ്, അല്ലേ? ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ നിന്ന് വരാത്തതായിട്ടുള്ള ഒരു സ്തുതി സ്തോത്രത്തിനും ദൈവസന്നിധി അതങ്ങോട്ട് പോവുകയും പോലുമില്ല. നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ഹൃദയപൂർവം ഹൃദയം നിറഞ്ഞു വരുന്ന നമ്മളുടെ നന്ദികളാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അതിനേ പ്രവേശനമുള്ളൂ. കേവലം ഹൃദയത്തിൽ യാതൊരു സന്തോഷവുമില്ല, നന്ദിയുമില്ല, പരാതിയും പിറുപിറുപ്പുമാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന, നാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള സ്തുതിസ്തോത്രങ്ങൾക്ക് സ്വർഗത്തിലേക്ക് യാതൊരു പ്രവേശനവുമില്ല എന്നുള്ളതും
നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ അധരബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. അപ്പോൾ ഇതാണല്ലോ സാധാരണ പാട്ടുകളിലൂടെയും സ്തോത്രങ്ങളിലൂടെയും ഇന്ന് ക്രിസ്തീയ ലോകം, ഇവാഞ്ചലിക്കൽ ക്രിസ്തീയ ലോകം വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവരുടെ സംതൃപ്തിയും അത് എത്രത്തോളം ഭംഗിയായി ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യം പറയുന്നത്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എന്താണ് ഈ സ്തോത്രയാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത് തന്നെ തൊട്ട് തന്നെ അങ്ങനെ ഒരു വാക്യം ആത്മാവ് രേഖപ്പെടുത്തുവാൻ കാരണം? നിങ്ങൾ ചെലവില്ലാത്തതായിട്ടുള്ള ആരാധന മാത്രമല്ല, ചെലവുള്ളതായിട്ടുള്ള ആരാധനയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നന്മ ചെയ്യുക. അപ്പോൾ ഇവിടെ നന്മ ചെയ്യണം, അല്ലെങ്കിൽ നന്മ ചെയ്യുക എന്ന് പറയുന്നതും സേവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരേ കാര്യമാണല്ലോ. ഇവിടെ സേവിക്കണം എന്ന് പറയുന്നത് ആരെയാണ്? സഹവിശ്വാസികളെയാണ്. യാതൊരു സംശയവും അതിനെക്കുറിച്ചില്ല. ഇല്ലല്ലോ. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഏകദേശം 2025 കഴിയാറായി. ഒരു ഞായറാഴ്ച കൂടിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഈ ഒരു വർഷത്തെ നാം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ, ഈ ഒരു വർഷത്തെ ഒരുമിച്ച് പരിശോധിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയും വചനപ്രകാരമുള്ളതല്ല. എങ്കിലും വചനപ്രകാരമല്ലെങ്കിലും ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുന്നത് വഴിയുമുള്ള യാഗം നാം എത്ര പേർ അർപ്പിച്ചിട്ടുണ്ട്? 52 ആഴ്ചകളാണല്ലോ ഒരു വർഷത്തിലുള്ളത്. 52 മുഴുവൻ സഭായോഗങ്ങളിലും പങ്കെടുത്തതായിട്ടുള്ള ആളുകൾ 52 സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയും അധരബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുകയും സ്വന്തമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചേർന്നും അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സഭയുടെ പശ്ചാത്തലത്തിൽ. അതല്ലാതെ എല്ലായ്പ്പോഴും അങ്ങനെ ഹൃദയം നിറഞ്ഞ നന്ദിയുള്ളതായിട്ടുള്ള ആളുകൾ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും അങ്ങനെ ഒരു യാഗം കൂടി, അധരബലം എന്ന സ്തോത്രയാഗം, പിന്നെ ഈ വക യാഗത്തിലല്ലോ, അതായത് സ്തോത്രയാഗം മാത്രവുമല്ല, സ്തോത്രയാഗം കൊണ്ട് തന്നെ ഇരിക്കുവാനായിട്ട് പാടില്ല, മറിച്ച് നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതുമായിട്ടുള്ള യാഗവും കൂടെ വേണം. ആ യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ, ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ, നാം ആ ലേഖനങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാം അത് പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ അവർക്ക് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞത്, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. തമ്മിലും, അതായത് നിങ്ങൾ തമ്മിൽ, തെസ്സലോനിക്കയിലെ സഭ അംഗങ്ങൾ തമ്മിലും, പിന്നെ വീണ്ടും പറയുകയാണ് എല്ലാവരോടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമുമായിട്ട് ബന്ധപ്പെടുന്നതായ നമ്മുടെ ഒരു സമൂഹമുണ്ടല്ലോ, നമ്മുടെ അയൽവാസികൾ, അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്നതായിട്ടുള്ള സ്ഥലം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, അതൊക്കെയാണ് എല്ലാവരോടും എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ആഫ്രിക്കയിലോ അമേരിക്കയിലോ ചെയ്യുന്നതായ ഒരു നമുക്കറിയില്ലാത്ത ആളുകളെക്കുറിച്ചല്ല. അങ്ങനെയും ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യുന്നതിന് കുഴപ്പവുമില്ല. എന്നാൽ തമ്മിലും എല്ലാവരോടും എന്ന് പറയുമ്പോൾ നാം തമ്മിലും, അതുപോലെ നാമുമായിട്ട് ബന്ധപ്പെടുന്ന നാം സഹകരിക്കുന്നതായിട്ടുള്ള എല്ലാവരോടും, ഒരുപക്ഷെ വിശ്വാസികളല്ല, അതിന് പുറത്തുള്ള ആളുകളും അതിനകത്ത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരോടും എപ്പോഴും. അപ്പോൾ ഒരുപക്ഷെ ഒരു സംശയം തോന്നാം, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ എനിക്ക് എപ്പോഴാണ് ജീവിക്കാൻ സമയം, അല്ലേ? തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമല്ലേ? അത് വചനത്തിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില വാക്കുകൾ നമുക്കറിയാമല്ലോ. രാവും പകലും ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ രാവും പകലും ജോലി ചെയ്ത് ജീവിച്ച ആളാണ്. അപ്പോൾ സുവിശേഷം പറയുക, അതിന് പഠിപ്പിക്കുകയൊന്നും ചെയ്തില്ലേ? രാപ്പകൽ അധ്വാനിച്ചു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പറയുന്നത് അതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണ് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ തമ്മിലും എല്ലാവരോടും
എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എവിടെയാണ്? ഈ നന്മ ചെയ്യാൻ തുടങ്ങുന്നത് എവിടെയാണ്? നന്മ ചെയ്യാൻ തുടങ്ങുന്നത് ഞാൻ വിചാരിക്കുന്നു ആദ്യം നമ്മുടെ ഭവനത്തിലാണ് നന്മ ചെയ്യാൻ തുടങ്ങുന്നത്. ഭവനത്തിൽ നന്മ ചെയ്യാതെ സഭയിൽ നന്മ ചെയ്യാൻ പറ്റുമോ? രണ്ടാമത് നമ്മുടെ വലിയ ഭവനമായിരിക്കുന്ന സഭ. ചെറിയ ഭവനം എന്ന് പറയുമ്പോൾ നാം താമസിക്കുന്ന, നമ്മളോട് കൂടെ താമസിക്കുന്നതായിട്ടുള്ള ആളുകളും, വലിയ ഭവനം എന്ന് പറയുമ്പോൾ നാം ഒരുമിച്ചൊരു ശരീരമായി പ്രവർത്തിക്കുന്ന സഭയും. ഇവിടെ രണ്ടുപേടത്തും നന്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും എന്ന് പറയുന്നത് പ്രസക്തമാണ്. എൻ്റെ വീട്ടിലും ഞാൻ നന്മ ചെയ്യാൻ തയ്യാറല്ല, എൻ്റെ സഭയിലും ഞാൻ നന്മ ചെയ്യാൻ തയ്യാറല്ല, ഞാൻ സമൂഹത്തിലാണ് നന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ദൈവവേദലിൻ്റെ ലക്ഷണമല്ല. ദൈവവേദലിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തമ്മിലും, കുടുംബത്തിലും, പിന്നെ തമ്മിലും, പിന്നെ എല്ലാവരോടും. സുവിശേഷം പറയുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോഴും യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും പിന്നെ നമ്മുടെ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം പിന്നെ ആണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് ഒരു നല്ല ഉപദേശം കൊടുത്തു. എന്താ? തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. അവർ അത് തുടങ്ങിയോ? തെസ്സലോനിക്ക സഭ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയോ? വല്ല തെളിവുണ്ടോ? അപ്പം നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചില്ല എന്നെനിക്ക് തോന്നുന്നു. തെസ്സലോനിക്ക സഭ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിലെ ഉപദേശത്തെ സ്വീകരിച്ചോ? അവരത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ? ആയി. എന്താണ് തെളിവ്? ശരി, തെളിവ് ഉണ്ട്, ബൈബിളിലുണ്ട്. രണ്ടാമത്തെ ലേഖനം പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഒന്നാമത്തെ ലേഖനത്തിൽ തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾ നന്മ ചെയ്യണമെന്നല്ല പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. അപ്പോൾ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം അവർ തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അവരോട് പറയുക, നിങ്ങളിനി ഒരു കാരണവശാലും അതിൽ തളർന്ന് പോകുവാനായിട്ട് പാടില്ല. അപ്പോൾ തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ ആ പ്രബോധനത്തെ മുഖവിലയ്ക്കെടുത്ത് അവർക്കത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഏവർക്കും അത് കഴിയണ്ടേ? നമുക്ക് ഏവർക്കും അത് കഴിയണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അപ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള അതേ പദങ്ങളാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. അതിന് മുകളിലുള്ള വാക്യത്തോട് ബന്ധപ്പെടുത്തിയാണ് സാധാരണ ആളുകൾ പ്രസംഗിക്കാറുള്ളത്. അതിനുള്ള മുകളിലുള്ള വാക്യം എന്താ? അതിന് ഈ 7-ാമത്തെ വാക്യത്തിന് തൊട്ട് മുകളിലുള്ള വാക്യം എന്താ? വചനം പഠിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ആ വാക്യത്തോട് ബന്ധപ്പെടുത്തിയാണ് എല്ലാവരും ഈ താഴേക്കുള്ള വാക്യങ്ങൾ പറയുന്നത്. അതായത് നിങ്ങൾ വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുത്തില്ലെങ്കിൽ അതൊരു നല്ല വിധയാണ്. അവിടെ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ എന്ത് കൊയ്യും? നാശം കൊയ്യും. പക്ഷെ അതങ്ങനെയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടത് മറ്റേതൊരു സഹോദരനെയും സഹോദരിയെയും സഹായിക്കുന്നതിനോട് പോലെ തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ
അതിനോട് ബന്ധപ്പെടുത്തിയല്ല അതിനെ ചിന്തിക്കുവാനും ദൈവവചനത്തിൻ്റെ പൊതുപ്രമാണങ്ങളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ ചെയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പോൾ ഈ ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറയുന്നതും ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറയുന്നതും എന്താണ് എന്നുള്ള വ്യത്യാസമാണ് അവിടെ നമുക്ക് പറയുന്നത്. ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള നമ്മുടെ സ്വയ ആവശ്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും നമ്മുടെ താല്പര്യത്തിനും വേണ്ടി നാം ചെയ്യുന്നതെല്ലാം ജഡത്തിൽ വിതയ്ക്കുന്നതാണ്. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിന് പിന്നീട് പറയുന്നത്. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അല്ലേ, അവിടെ കൊയ്ത്ത് വരുന്നുണ്ടല്ലേ, കൊയ്ത്തതിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഇപ്പോൾ ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നാം അവസരം കിട്ടുന്നതുപോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്ന് പറയുന്നതാണ് ആത്മാവിലുള്ള വിത. ആണോ ബാബുസോര? അതെ, ബാബുസോരൻ എഗ്രി ചെയ്യുന്നു. അതെയോ സാബുസോര? അതെ. ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവസരം കിട്ടും പോലെ. അപ്പോൾ അങ്ങനെ ഈ ആത്മാവിൽ വിതയ്ക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ജീവിക്കുന്ന ആളുകളായിരിക്കണം. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരെങ്ങനെ നോക്കിയിരിക്കും, എവിടെയാണ് എനിക്ക് ഒരു നന്മ ചെയ്യാനായിട്ടുള്ള അവസരം കാണുന്നത്, കിട്ടുന്നത്, എവിടെയാണ് ഒരു നന്മ ചെയ്യാനുള്ള അവസരം? ഏതെങ്കിലും അയൽവക്കത്തുള്ളവർക്കോ അല്ലേ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ളവർക്കോ, നമ്മുടെ കൂടുതൽ ജോലി ചെയ്യുന്നവർക്കോ, സഭയിലെ വിശ്വാസികൾക്കോ എവിടെയാണൊരു നന്മ ചെയ്യാനായിട്ടൊരു അവസരം? ആ അവസരത്തെ കണ്ടുപിടിച്ച് അത് മുതലാക്കുന്നവരാണ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ആളുകൾ. അപ്പോൾ ആത്മാവിലുള്ള വിത എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നതാണ്, സേവിക്കുന്നതാണ്. ഇനി നമുക്ക് നന്മ ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. ദൈവം കാണിച്ചു തരും. നമ്മുടെ നാമവുമായിട്ട് ബന്ധപ്പെടുന്ന ഭവനത്തിലും അയൽവക്കത്തും സഭയിലുമുള്ള ആളുകളെ നന്മ ചെയ്യാൻ, നന്മ ലഭിക്കുവാൻ ആവശ്യമുള്ള ആളുകളെ ദൈവം നമുക്ക് കാണിച്ചു തരും. നമ്മൾ അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഫലം? ആർക്കെങ്കിലും ഒരാൾക്ക് ഉത്തരം പറയാമോ? നന്മ ചെയ്യാനൊരു അവസരം ഞാൻ കണ്ടു, എൻ്റെ ഒരു ആവശ്യം. ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. പൈസ ആവശ്യമില്ലാത്ത, പൈസ ഉള്ളതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് പൈസ കിട്ടിയിട്ടൊരു കാര്യവുമില്ല. നന്മ ചെയ്യുക എന്ന് പറയുന്നത് ധാരാളം മേഖലകൾ ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളത് നാം ഓർക്കണം. പൈസ അതിനകത്തൊരു ഒരു പങ്കുണ്ട് അതിനകത്ത് എന്നുള്ളത് നിസ്തർക്കമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ അതിൻ്റെ പരിണതഫലം എന്താ? പാപമാണ്. എവിടെയാണ് വാക്യം? നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. യാക്കോബ് എഴുതുമ്പോൾ പറയുന്ന കാര്യമാണ് 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. നമ്മളുടെ ലിസ്റ്റിൽ അതൊരു പാപമായിട്ടുണ്ടോ? ഉണ്ടോ? വചനത്തിലത് പാപമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല കൊണ്ട് പറഞ്ഞിരിക്കുന്നത്, മറ്റ് പദപ്രയോഗങ്ങളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പാപത്തിൻ്റെ ഒരു ലിസ്റ്റൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കരുണ ഇല്ലാത്ത, അല്ലേ, കരുണ കാണിക്കാത്തത്, ഇതാണ്. വാത്സല്യം കാണിക്കാത്തത് ഇതാണ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാത്ത ആളുകളാണ് ഈ കരുണയില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത്, വാത്സല്യമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത്. തിമോത്തിയോസിന് അത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലുള്ള പൊതുവിൽ എല്ലാ മനുഷ്യരെക്കുറിച്ചുമാണെങ്കിൽ
തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവവിശ്വാസികളെക്കുറിച്ച്, സഭയെക്കുറിച്ചാണ്. അവിടെയും പറയുന്നത് വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. എന്താ ഈ കനിവറ്റവരുടെ പ്രത്യേകത? നന്മ ചെയ്യാൻ അറിഞ്ഞാലൊന്നും അവർക്ക് ചെയ്യാൻ മനസ്സില്ല. കനിവറ്റവർ, വാത്സല്യമില്ലാത്തവർ, കരുണയില്ലാത്തവർ. പ്രിയമുള്ളവർ, അതൊരു പാപമാണ് എന്നുള്ളതായ ചിന്ത എന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഉണ്ട്. സ്തോത്രം. ഈ നന്മ ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ എത്രയോ തവണ ഈ സഭയിൽ, ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് സഹോദരന്മാർ പലരും എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹൃദയങ്ങളെ വല്ലതും അത് ചലിപ്പിച്ചിട്ടുണ്ടോ? അതെയോ നമ്മുടെ ഹൃദയം ഇതൊക്കെ കേൾക്കുമ്പോൾ അത് കേട്ട് നമ്മുടെ പ്രകാശം ഒരു കണ്ണാടിയിലേക്ക് ചെന്ന് തട്ടിയാൽ എന്താ സംഭവിക്കുക? അതങ്ങനെ തന്നെ അങ്ങോട്ട് വികർഷിച്ച് വേറൊരു വഴിക്ക് അങ്ങ് പോകുമല്ലേ? അത് സ്വീകരിക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി അത് അങ്ങനെ പ്രതിഫലിച്ച് വേറൊരു വഴിക്ക് പോവുകയും, അതെങ്ങനെയുള്ള ഹൃദയത്തിലേക്കാണ് ചെന്ന് കയറുമ്പോൾ ഹൃദയത്തിനകത്തേക്ക് കയറാൻ കഴിയാതെ തട്ടി പ്രതിഫലിച്ച് പോകുന്നത്? കഠിനപ്പെട്ടതായ ഒരു ഹൃദയത്തിലേക്കാണ്. എങ്ങനെയാ കഠിനപ്പെടുന്നത് ഹൃദയം? പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടും, അല്ലേ? നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നതായിട്ടുള്ള പാപം അങ്ങനെ നമ്മൾ കൂടെ ചെയ്ത് നമ്മൾ ഹൃദയം അങ്ങ് കഠിനപ്പെട്ട് നമ്മളുടെ ഹൃദയത്തിൽ നിന്നും അത് സ്വീകരിക്കാൻ കഴിയാതെ ആ ദൈവത്തിൻ്റെ വചനം പ്രതിഫലിച്ച് മറ്റെവിടേക്കോ പോകും. ദൈവം നമ്മെ രക്ഷിച്ചത് എന്തിനാ? നമ്മൾക്ക് രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ പറയും. രക്ഷിക്കപ്പെട്ടവരാണ്, നമുക്ക് നിത്യത അവകാശമാണ്, കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ട് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടും. ദൈവം എന്തിനാണ് നമ്മളെ രക്ഷിച്ചേ? മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം വളരെ പേരുകേട്ടതായിട്ടുള്ള വാക്യമാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചപ്പോൾ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം സൽപ്രവൃത്തികളും കൂടെ അപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായിട്ട് നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. എന്താ അത്? നമ്മളെ ഓരോരുത്തരെയും ദൈവം രക്ഷിച്ചിരിക്കുന്നത് പാട്ടും പാടി സന്തോഷിച്ച് അങ്ങനെ സുഖമായി ജീവിച്ച് അങ്ങനെ പോകാനല്ല. അങ്ങനൊരു പരിപാടിയല്ല ദൈവത്തിനുള്ളത്. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചാണോ അഭിമാനം കൊള്ളുന്നത്, എന്തിലാണോ നമ്മുടെ സംതൃപ്തി ഉള്ളത്, അതൊക്കെ ദൈവവചനമാകുന്ന ആ ഉരകല്ലിൽ ഒന്ന് ഉരച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതൊന്നും ഒരു യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നമ്മൾ കർത്താവ് മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉത്തരവ് എന്താ? നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് നമ്മൾ പറയും, അല്ലേ? ശരിയാണ്, അതിനൊരു സംശയവുമില്ല. എന്നാൽ ഈ വാക്യം എന്താ പറയുന്നേ? നമ്മൾ കർത്താവ് എന്തിനു വേണ്ടി മരിച്ചേ?
ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. കർത്താവ് മരിച്ചത് നാം കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അതായത് കർത്താവിനെ സേവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കർത്താവിനെ സേവിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ കർത്താവ് മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ പാപത്തിൻ്റെ മോചനത്തിനും മനുഷ്യൻ്റെ രക്ഷയ്ക്കും വേണ്ടിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കെ അതതിൻ്റെ ഒരു വശം മാത്രമാണ്, അല്ലെങ്കിൽ ഭാഗം മാത്രമാണ്. അതല്ലെങ്കിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തതായിട്ടുള്ള പ്രവൃത്തി, മനുഷ്യൻ്റെ രക്ഷയുടെ ആദ്യത്തെ പടി അതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവവുമായിട്ട് നിരപ്പിലേക്ക് വന്ന ആളുകൾ തുടർന്നുള്ള ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൂടി ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വീണ്ടും ജനനം വരെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള വചനമല്ല, മറിച്ചത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയുള്ളതായ, ആത്മാവിൻ്റെ വീണ്ടും ജനനം മുതൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയുള്ള ടോട്ടൽ ദൈവിക പരിപാടിയാണ് സുവിശേഷം ലോകത്തിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, എൻ്റെ വീണ്ടും ജനനത്തിന് അല്ലെങ്കിൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചതെന്ന് വിചാരിച്ചോളൂ. സാങ്കേതികമായിട്ട് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മെ തൻ്റെ വകയായിട്ട് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ലെന്നാണ് ഇന്ന് ലോകത്തിൽ ഒരു വലിയ പങ്ക് ആളുകൾ പറയുന്നത്. അതോടുകൂടി കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള തെറ്റുകളുടെ പരിഹാരം എവിടെയാണ്? അതിന് കർത്താവിൻ്റെ അടുക്കൽ വേണം പോകണം, അല്ലേ? അതിന് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോവുക. അപ്പോൾ കർത്താവിൻ്റെ മരണം എന്ന് പറയുന്നത് അത് നമ്മുടെ വീണ്ടും ജനനത്തിങ്കിൽ തീരുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയുള്ളതായ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെയുള്ള നമ്മുടെ ജീവിതത്തിന് ആസ്പദമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കർത്താവിൻ്റെ വചനം, സുവിശേഷം അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനാ നിർബന്ധിക്കുന്നത്? എന്തിനാ നിർബന്ധിക്കുന്നത്? അല്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ? ഏതെങ്കിലും നിലയിൽ? ഏത് നിലയിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട്, ദൈവസഭയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ സഹോദരി സഹോദരന്മാരെ? ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മെ എപ്പോഴും നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി നിർബന്ധിക്കും? ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണ്ട, നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ക്രിസ്തു എന്ന് പറയുന്നത് ആരാണ്? ഇന്ന് ക്രിസ്തു ലോകത്തിൽ എങ്ങനെയാണ് ഇന്ന് വെളിപ്പെടുന്നത്? തൻ്റെ ശരീരമായിരിക്കുന്ന സഭയായിട്ടാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഇനി നീ നിനക്കായിട്ട് പൗലോസ് അപ്പോസ്തലനല്ലേ പറഞ്ഞേ, ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാനിനി ജീവിക്കുന്നില്ല, ഞാൻ മരിച്ചു, ഞാൻ ക്രൂശിലാണ് കിടക്കുന്നത്, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഞാൻ മരിച്ചു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഓരോ ജീവനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഒരു നായയുടെ ജീവന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. എന്താണ് നായയുടെ ജീവൻ്റെ പ്രത്യേകത? പൊതുവിൽ അത് യജമാനനെ കാക്കുന്നതിനും യജമാനനെ സ്നേഹിക്കുന്നതിനുമൊക്കെയുള്ള ഒരു പ്രവണത ഒരു നായയുടെ ജീവനിലുണ്ട്. ഒരു ശത്രു വന്നാൽ ശത്രുവിനെ ഓടിക്കുക, കടിക്കുക എന്ന് പറയുന്ന ഒരു നായയുടെ ജീവൻ്റെ പ്രത്യേകതയാണ്. ഒരു പൂച്ചയുടെ ജീവൻ്റെ പ്രത്യേകത എന്താണ്? ആ പൂച്ച ഇലയെ പിടിക്കും, പിന്നെ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് തൊട്ടി ഉരുമിയൊക്കെ ഒരു പൂച്ച ജീവിക്കും. അതതിൻ്റെ ജീവൻ്റെ പ്രത്യേകതയാണ്. ഒരു സിംഹത്തിൻ്റെ ജീവൻ്റെ പ്രത്യേകത എന്താ? ആ ജീവനും പ്രത്യേകതയുണ്ട്.
ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലുണ്ടെങ്കിൽ ആ ജീവനും ചില പ്രത്യേകതകൾ ഉണ്ടാവണം. വേണോ? ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവൻ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ആ പ്രത്യേകത എന്താ? ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തു എങ്ങനെയാണോ കൂടെയുള്ളവരോടും മനുഷ്യരോടും തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ പിന്നാലെ വന്നവരോടും താൻ അങ്ങോട്ട് പോയി സംസാരിച്ചവരോടുമൊക്കെ ക്രിസ്തുവിൻ്റെ ജീവൻ എങ്ങനെയാണോ ഇടപെട്ടത്, അതുപോലെ ഇടപെടുന്നതായ ഒരു ജീവനാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളിലും ഉണ്ടാവേണ്ടത്. ആ ജീവൻ്റെ ലക്ഷണം നാം കാണിക്കണം. ഒരു നായ അതിൻ്റേതായിട്ടുള്ള ജീവൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പോലെ, ഒരു പൂച്ച അതിൻ്റേതായിട്ടുള്ള ജീവൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പോലെ, ഒരു വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവപൈതലായി തീർന്ന ദൈവിക ജീവൻ ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു വിശ്വാസി ആ ദൈവിക ജീവൻ്റേതായിട്ടുള്ള പ്രവണതകളെ, സ്വഭാവങ്ങളെ, രീതികളെ, പ്രത്യേകതകളെ ഒക്കെ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് കാണിക്കുന്നില്ലെങ്കിൽ എന്താ സഹോദരി സഹോദരന്മാരെ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? ആ ജീവൻ നമ്മളിലില്ല. ഒരുപക്ഷെ ഒരല്പമൊക്കെ എവിടെയെങ്കിലും കാണും. ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്നതായ ഒരു മനുഷ്യനിലുള്ളതായ ഒരു ജീവൻ്റെ അംശം പോലെ ഒരല്പമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ യാതൊരു വക പ്രയോജനവുമില്ലാത്ത ഒരു ജീവിതം. അതാണോ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നുവെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ കർത്താവ് പറഞ്ഞത്. എന്താ കർത്താവ് പറഞ്ഞേ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആ സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, നമ്മൾ നിറയുമ്പോൾ, നമുക്ക് ആ ജീവൻ്റേതായിട്ടുള്ള തുടിപ്പുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മളുടെ വാക്കുകളിലൂടെയും നമ്മളുടെ പ്രവർത്തനങ്ങളിലെയും പുറത്തേക്ക് വരും. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നത് ആ ഒരു ദൈവീക ജീവൻ്റെ വെളിപ്പെടലുകളെ നമ്മുടെ ജീവിതത്തിലൂടെ നീളം കാണിക്കേണ്ടതിന് വേണ്ടിയാണ്. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്? മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ജീവിക്കുന്നതിൻ്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തു. ഞാൻ മരിച്ചു. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവൻ ദൈവത്തോട് കൂടെയാണ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത്. നാം ദൈവത്തോടു കൂടെ, അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ജീവൻ, ദൈവിക ജീവൻ നമ്മളിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏറ്റുപറഞ്ഞു, എനിക്ക് നിത്യജീവൻ കിട്ടി, ഞാൻ എൻ്റെ വഴിക്ക്, ക്രിസ്തുവിൻ്റെ വഴിക്ക് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ബൈബിളിലൊരു സൂചന പോലുമില്ല. അങ്ങനെ ഒരു സൂചന പോലുമില്ല. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ എത്രത്തോളം നിർബന്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ്. ഒരു വർഷം കഴിയാറായി എന്നും അങ്ങനെ വർഷത്തിനും കാലത്തിനും ഒന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിലേക്ക്, ഒരു വർഷത്തിലേക്കല്ല, കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക്, ഒരു മാസത്തിലേക്ക്, ഒരു വർഷത്തിലേക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ല നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം എത്ര വർഷം ഈ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുവോ ആ ആകെയുള്ള ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മളിൽ എന്ത് രൂപാന്തരമാണ്, നമ്മളിൽ എന്ത് കാഴ്ചപ്പാടാണ് ഈ നാളുകളിൽ ഉണ്ടായിരിക്കുന്നത്? എന്ത് വ്യത്യാസമാണ് നമ്മളിൽ ഉണ്ടായിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ജീവൻ നാം എത്രത്തോളം നമ്മളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്? ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ ജീവൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ. ഈ രണ്ട് ജീവനും കൂടെ ഒരിക്കലും ഒരു വ്യക്തിയിൽ ഒരേ സമയം ഉണ്ടാകുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ മരിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ മരിച്ചു.
ഞാൻ മരിച്ചാൽ ക്രിസ്തു എന്നിൽ ജീവിക്കും, എനിക്ക് ജീവിക്കണം, ക്രിസ്തു എന്നിലും ജീവിക്കണം, നടക്കില്ല. അങ്ങനെ ഒരു പരിപാടി ബൈബിളിലില്ല. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പഴയ മനുഷ്യൻ അടക്കപ്പെട്ടു, സ്നാനത്തിൽ കുഴിച്ചിടപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യനെയും കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് യാതൊരു പ്രാഗൽഭ്യവുമില്ല. പഴയ മനുഷ്യൻ നമുക്കെപ്പോഴും ഒരു ശല്യക്കാരനാണ്. ആ മനുഷ്യൻ മരിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ലോകത്ത് കാണുന്നതായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസമായി മുമ്പോട്ട് പോയാൽ നമ്മളുടെ ജീവനെ നേടുന്ന നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് യാതൊരു സ്ഥാനവുമില്ല. കാരണം നമുക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടല്ല ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരാളെ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും. എത്ര എളുപ്പമായിരുന്നു മറ്റെല്ലാ മതങ്ങളിലും ക്രിസ്തുമതത്തിലുള്ളതുപോലെ മറ്റെല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ കുർബാന കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിഹാര ചടങ്ങുകളോ അതല്ല എങ്കിൽ ഏതെങ്കിലും യാഗങ്ങളോ ഹോമങ്ങളോ ഒക്കെ അർപ്പിച്ച് തിരിയൊക്കെ കത്തിച്ച് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരുമായിരുന്നുവെങ്കിൽ നമുക്കെന്തെങ്കിലും മോക്ഷം കിട്ടുമായിരുന്നെങ്കിൽ എത്രയോ എളുപ്പമായിരുന്നു അതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും, ക്രിസ്തു മതങ്ങൾ ഉൾപ്പെടെ എല്ലാ മതങ്ങളും പ്രസംഗിക്കുന്ന, ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വ്യാജമായിട്ടുള്ളൊരു സന്ദേശമാണത്. അവിടെ നാമും കുടുങ്ങിപ്പോയി. അതിൻ്റെ സ്വാധീനത്തിലാണ്, അതിൻ്റെ ആലസ്യത്തിലാണ് യഥാർത്ഥത്തിൽ നാമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അങ്ങനെ ഒരു വിശ്വാസ ജീവിതമില്ല. ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പക്ഷേ എനിക്കൊരു വലിയ പ്രതീക്ഷ നമ്മുടെ സഭയെക്കുറിച്ചുണ്ട്. ഞാനൊരിക്കൽ നിങ്ങളോട് ചോദിച്ചു, സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? തയ്യാറാണ് എന്ന് നമ്മുടെ ജോണി സഹോദരൻ ഉൾപ്പെടെ പലരും ഉറക്കെ പറഞ്ഞു. പ്രതീക്ഷയുണ്ട് നമുക്ക്. നമ്മുടെ സഭയെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ജീവൻ വെച്ചു കൊടുക്കാൻ തയ്യാറുള്ളതായ നമുക്ക് അന്യോന്യം നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു പ്രശ്നം വരികയില്ല. ദൈവജനത്തിന് ചെയ്യുന്നതായിട്ടുള്ള നന്മയും ശുശ്രൂഷയും അത് ദൈവസന്നിധിയിൽ ദൈവത്തിന് ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷയും നന്മയുമാണ്. ഇനിയല്ല നാം കേവലം സഭായോഗങ്ങളിലുള്ള നമ്മുടെ പ്രാതിനിധ്യമോ നമ്മളുടെ ദൈനംദിനം തോറുമുള്ള നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മളുടെ വചനപാരായണത്തിലുമാണ് നമ്മളുടെ പ്രത്യാശയെങ്കിൽ, അവിടെയാണ് നമ്മളുടെ ആശ്വാസമെങ്കിൽ, അതിലാണ് നമ്മളുടെ ആശ്രയമെങ്കിൽ നാം തെറ്റിപ്പോയി സഹോദരന്മാരെ, തെറ്റിപ്പോയി. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കും. എന്തിനാണ്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം.